യഥോധർമ്മ തഥോജയ. ഭക്തസജ്ജനങ്ങളെ പ്രണാമം. തുടർന്ന് വരുന്ന മഹാഭാരത കഥകളിൽ ഇന്ന് പ്രധാനമായും പറയാൻ ഉദ്ദേശിക്കുന്നത് കൗരവരുടെ ഘോഷയാത്രയെക്കുറിച്ചാണ്. വനവാസത്തിലായിരിക്കുന്ന പാണ്ഡവർ തീർത്ഥയാത്ര കഴിഞ്ഞ് കാമ്യകവനത്തിൽ താമസിക്കുന്ന സ്ഥലത്ത് നിന്നും ദീർഘനാൾ കാമ്യകവനത്തിൽ തന്നെ തുടരുന്നത് ഉചിതമല്ല എന്ന് തോന്നിയതിനാൽ അവർ ദ്വൈതവനത്തിലേക്ക് താമസം മാറ്റുകയും ദ്വൈതവനത്തിലെത്തിയ പാണ്ഡവർ ദ്വൈതവനത്തിൽ ഏറ്റവും ഉയരം കൂടിയ ഒരു കുന്നിന് മുകളിൽ പർണശാല കെട്ടി അവിടെ താമസം ആരംഭിക്കുകയും ചെയ്തു. ഈ പർണശാലയിരിക്കുന്ന കുന്നിൻ പുറത്തു നിന്ന് നോക്കിയാൽ ദ്വൈതവനത്തിൻ്റെ എല്ലാ ഭാഗങ്ങളും താഴ്വാരത്തുള്ള പുഴകളും വൃക്ഷലതാദികളും പൊയ്കയും എല്ലാം വളരെ മനോഹരമായ രീതിയിൽ കാണാൻ കഴിയും എന്നുള്ള പ്രത്യേകതയും അവിടേക്കുണ്ടായിരുന്നു. അങ്ങനെ പാണ്ഡവർ ദ്വൈതവനത്തിലെത്തിയ വിവരമറിഞ്ഞ് പതിവ് പോലെ അനേകം ശ്രേഷ്ഠ ഋഷിവര്യന്മാരും ബ്രാഹ്മണ ശ്രേഷ്ഠന്മാരും താപസികളും പൗരപ്രമുഖരുമെല്ലാം പാണ്ഡവരെ ദ്വൈതവനത്തിൽ വന്നവരെ കണ്ടുകൊണ്ടേയിരുന്നു. അങ്ങനെ ദ്വൈതവനത്തിലെത്തി പാണ്ഡവരെ കണ്ട ഒരു ബ്രാഹ്മണ ശ്രേഷ്ഠൻ അവിടെ നിന്ന് ഹസ്തനപുരി കൊട്ടാരത്തിലെത്തുകയും അവിടെ ധൃതരാഷ്ട്ര മഹാരാജാവിൻ്റെ മുഖം കാണിച്ച് അദ്ദേഹത്തോട് താൻ ദ്വൈതവനത്തിൽ നിന്നാണ് വരുന്നതെന്നും അവിടെ പാണ്ഡവരോടൊപ്പം ഏതാനും നാളുകൾ ആ വനപ്രദേശത്ത് താമസിച്ചുവെന്നും പറയുകയും പാണ്ഡവരുടെ അതീവ കഷ്ട ദുരിത ദുഃഖങ്ങളെക്കുറിച്ച് ധൃതരാഷ്ട്രരോട് വിവരിക്കുകയും ചെയ്തു. ഈ വിവരങ്ങളെല്ലാം കേട്ട് കഴിഞ്ഞപ്പോൾ ധൃതരാഷ്ട്രൻ താൻ കാരണവശാലാണല്ലോ പാണ്ഡവർ ഈ തരത്തിൽ ദുഃഖിക്കേണ്ടി വരുന്നത് എന്നോർത്ത് വിലപിക്കുകയും എന്നാൽ തുടർന്ന് അതേ ബ്രാഹ്മണൻ തന്നെ വനവാസത്തിലായിരിക്കുന്ന പാണ്ഡവർ വളരെ ഭാരതദേശം മുഴുവനും ചുറ്റി തീർത്ഥയാത്ര നടത്തിയെന്നും അർജുനൻ പരമശിവനിൽ നിന്ന് പാശുപതാസ്ത്രം കരസ്ഥമാക്കിയെന്നും ദേവലോകത്തെത്തി ഏതാനും വർഷങ്ങൾ അവിടെ താമസിച്ച് ഇന്ദ്രനിൽ നിന്നും മറ്റു ദേവന്മാരിൽ നിന്നും അനേകം ദിവ്യാസ്ത്രങ്ങളും നേടി തിരിച്ചു വന്നിട്ടുണ്ടെന്നും ഒക്കെ വിവരിച്ച് കേൾപ്പിച്ചപ്പോൾ ധൃതരാഷ്ട്രൻ്റെ മനോനില മറ്റൊരു രീതിയിലായി. ഏതൊരു കാരണവശാലും സ്വർഗീയ സുഖങ്ങൾ അനുഭവിച്ച ഒരു മനുഷ്യൻ സ്വർഗത്തിൽ നിന്ന് തിരിച്ച് ഭൂമിയിലേക്ക് വരിക അസാധ്യമാണെന്നും എന്നാൽ അർജുനൻ ഈ ദിവ്യാസ്ത്രങ്ങളെല്ലാം നേടി ഭൂമിയിലേക്ക് തിരിച്ചു വന്നത് തൻ്റെ പുത്രന്മാരായ കൗരവരോട് പകരം ചോദിക്കുന്നതിലേക്ക് വേണ്ടിയാണ് എന്നും മനസ്സിലാക്കിയ ധൃതരാഷ്ട്രർ വളരെയധികം ദുഃഖിക്കുകയും വിലപിക്കുകയും ചെയ്തു. ഇവയെല്ലാം ഒളിച്ചു നിന്ന് കേൾക്കുകയായിരുന്ന ദുര്യോധനൻ്റെ മാതുലനായ ശകുനി ആ വിവരങ്ങളെല്ലാം പോയി ദുര്യോധനെ അറിയിക്കുകയും അങ്ങനെ ദുര്യോധനെ അറിയിക്കുന്ന സമയത്ത് ദുര്യോധനോടൊപ്പം കർണനുണ്ടായിരിക്കുകയും ഈ വിവരങ്ങളെല്ലാം കേട്ട് വളരെ വ്യസനത്തോടുകൂടി ഇരിക്കുകയായിരുന്ന ദുര്യോധനനോട് കർണൻ പറഞ്ഞു, അലയോ യുവരാജാവേ, അങ്ങയേക്കാൾ ശ്രേഷ്ഠനായ ഒരു ശക്തനും ആയ മറ്റൊരു യുവരാജാവും ഈ ഭൂമുഖത്ത് തന്നെ ഇല്ല. എന്നിട്ടെന്തിനാണ് അങ്ങിങ്ങനെ വിലപിക്കുന്നത്? ഇത് ഒരു സുവർണ അവസരമായി നമുക്ക് വിനിയോഗിക്കാം. കാരണം വർഷങ്ങളായി വനത്തിൽ അലഞ്ഞു തിരിഞ്ഞ് അവശരായി ധനമില്ലാത്തവരായി കഴിയുന്ന ആ അബലന്മാരായ പാണ്ഡവന്മാരുടെ മുന്നിൽ അങ്ങിപ്പോൾ ഏത് രീതിയിലാണ് ജീവിക്കുന്നത് എന്ന് അങ്ങ് അവർക്ക് ബോധ്യമാക്കി കൊടുക്കാൻ കിട്ടിയ ഒരവസരമായി ഇതിനെ ഉപയോഗിക്കുകയും അങ്ങും പരിവാരങ്ങൾ സമേതമായി ദ്വൈതവനത്തിലെത്തി ആ അങ്ങയുടെ ആഠ്യത്വം അവരെ ബോധ്യമാക്കുകയും ചെയ്യണം. അതിന് കാരണം ഇന്ന് ഈ ഭൂമുഖത്തുള്ള സർവ്വ രാജാക്കന്മാരും അങ്ങേക്ക് കപ്പം തരുന്നുണ്ട്. അങ്ങ് ചക്രവർത്തി തുല്യനായി ജീവിക്കുകയാണ്. വനത്തിൽ ഋഷിവേഷത്തിൽ കഴിയുന്ന ആ ദ്രൗപദിയും പാണ്ഡവരുമൊക്കെ അങ്ങയുടെ പ്രതാപം കണ്ട് അസൂയപ്പെട്ട് കണ്ണ് മഞ്ഞളിക്കുന്നത് അങ്ങേക്ക് കാണുമ്പോൾ അതിനേക്കാൾ
സന്തുഷ്ടവും സന്തോഷകരവുമായ ഒരു അനുഭവം അങ്ങേക്ക് വേറെ ഉണ്ടാകാനില്ല. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് അതിലേക്ക് വേണ്ടി അങ്ങ് തയ്യാറാവുക എന്ന്. ഇത് പറയുന്ന സമയത്ത് ബലേഹേഷ് ബലേഹേഷ് എന്ന് ശകുനി പറയുകയും, എന്നാൽ ഇതെല്ലാം കേട്ടിട്ട് പറയുന്ന കാര്യങ്ങൾ കേട്ട് സംതൃപ്തനായി കേട്ടിരിക്കുകയായിരുന്ന ദുര്യോധനൻ തിരിച്ച് കർണനോട് പ്രതിവദിച്ചു, അല്ലയോ കർണ, കാര്യങ്ങളെല്ലാം ശരിയാണ്. പാണ്ഡവർക്കുണ്ടാകുന്ന ഏത് ദുഃഖാവസ്ഥയും എനിക്ക് സന്തോഷം ജനിപ്പിക്കുന്ന കാര്യം തന്നെയാണ്. എങ്കിലും ദ്വൈതവനത്തിൽ അങ്ങ് പറയുന്നത് പോലെ ഒരു ഘോഷയാത്രയായി അവിടെ എത്തുന്നതിലേക്ക് വേണ്ടി ഒരു വിധേനയും നമുക്ക് മഹാരാജാവ്, അതായത് എൻ്റെ പിതാവ് അനുമതി നൽകും എന്നെനിക്ക് തോന്നുന്നില്ല എന്ന്. അതിനൊക്കെ ഞാൻ വഴിയുണ്ടാക്കാം. നാളെ രാവിലെ തന്നെ നമുക്ക് 3 പേർക്ക് മഹാരാജാവിന് മുഖം കാണിക്കണം എന്ന് പറയുകയും, പിറ്റേ ദിവസം രാവിലെ തന്നെ ദുര്യോധനനും കർണനും ശകുനിയുമായി ധൃതരാഷ്ട്ര മഹാരാജാവിൻ്റെ മുന്നിലെത്തി മുഖം കാണിച്ച് കുശല പ്രശ്നങ്ങൾ സംസാരിച്ചിരിക്കവേ കർണൻ മുൻകൂട്ടി തയ്യാറാക്കി പറഞ്ഞു വച്ചിരുന്ന ഒരു പശുപാലകൻ അവിടെ രാജാവിന് മുഖം കാണിക്കാൻ വരികയും രാജാവിനോട് പശുപരിപാലനത്തിൻ്റെ കഷ്ട നഷ്ടങ്ങളെക്കുറിച്ച് വിവരിക്കുകയും ചെയ്തു. ഇത് കേട്ടുനിന്ന കർണൻ ദുര്യോധനെയും ശകുനിയെയും ഒന്ന് കണ്ടു കാണിച്ചതിന് ശേഷം ധൃതരാഷ്ട്ര മഹാരാജാവിനോട് പറഞ്ഞു, അല്ലയോ മഹാരാജാവേ, അനേകം വർഷങ്ങളായി വനപ്രദേശങ്ങളിൽ നമുക്കുള്ള ഗോശാലകൾ സന്ദർശിച്ചിട്ടും അവിടെയുള്ള പശുക്കിടാങ്ങൾക്ക് മുദ്ര വച്ചിട്ടും ആയതിനാൽ അങ്ങയുടെ പുത്രനെയും പരിവാരങ്ങളെയും വനത്തിലേക്ക് അയച്ച് ഗോശാലകൾ സന്ദർശിക്കാനുള്ള അവസരം ഉണ്ടാക്കി കൊടുക്കുകയും ആ ഗോശാലകളിലെ കിടാങ്ങളെ മുദ്രവയ്ക്കാൻ അനുവദിക്കുകയും ചെയ്യണമെന്ന്. ഇത് കേട്ട മഹാരാജാവ് അത് വളരെ നല്ല കാര്യം തന്നെയാണ്, എങ്കിലും ഇപ്പോൾ ദ്വൈതവനത്തിൽ പാണ്ഡവർ അധിവസിക്കുകയാണ്. ആയതിനാൽ നിങ്ങൾ ഈ സമയത്ത് അങ്ങോട്ട് പോകുന്നത് ഒരു കാരണവശാലും ഉചിതമല്ല എന്ന് അറിയിക്കുകയും, എന്നാൽ കർണൻ വീണ്ടും മഹാരാജാവിനോട് പറഞ്ഞു, അല്ലയോ മഹാരാജാവേ, ധർമ്മനിഷ്ഠനായ ധർമ്മപുത്രർ കൂടെയുള്ളപ്പോൾ യാതൊരു വിധത്തിലുള്ള സാഹസങ്ങൾക്കും പാണ്ഡവർ മറ്റുള്ളവർ തയ്യാറാകില്ലെന്നും നമ്മൾ ഒരു കാരണവശാലും ദ്വൈതവനത്തിൽ പാണ്ഡവർ അധിവസിക്കുന്ന പ്രദേശത്ത് പോകാൻ ഉദ്ദേശമില്ലെന്നും നമ്മൾ വനാന്തരങ്ങളിലുള്ള നമ്മുടെ ഗോശാലകൾ സന്ദർശിക്കാൻ മാത്രമാണ് ഉദ്ദേശിക്കുന്നതെന്ന് അറിയിക്കുകയും, എന്നാൽ യാത്രയായിക്കൊള്ളാൻ ധൃതരാഷ്ട്ര മഹാരാജാവ് ദുര്യോധനന് അനുമതി നൽകുകയും ചെയ്തു. ഇത് കേട്ട് വളരെ സന്തുഷ്ടരായി അവിടെ നിന്ന് പുറപ്പെട്ട 3 പേരും ദുര്യോധനനും ദുശാസനും മാത്രമല്ല കൗരവരെല്ലാവരും അവരുടെ പത്നിമാരും അന്തഃപുര സ്ത്രീകളും എന്നുവേണ്ട ആന, കുതിര, തേർ തുടങ്ങിയ പടയാളികളോടൊപ്പം അതിവിപുലമായ ഒരു ഘോഷയാത്ര, അതായത് ഗോശാലയിലേക്കുള്ള യാത്ര. ഈ മുൻകാലത്തെ അക്കാലത്തെ ഗോശാലയിലേക്കുള്ള യാത്രയാണ് പിൽക്കാലത്ത് ഘോഷയാത്രയായി മാറിയത്. ആ കാലത്ത് എല്ലാ രാജാക്കന്മാരും അവരുടെ പ്രൗഢി അറിയിക്കുന്നതിലേക്ക് വേണ്ടി ഇത്തരം ഘോഷയാത്രകൾ നടത്തുക സ്വാഭാവികവുമായിരുന്നു. അങ്ങനെ അതിവിപുലമായ ഒരു ഘോഷയാത്രയായി കൗരവന്മാരും അന്തഃപുര സ്ത്രീകളും കൗരവന്മാരും കർണനും ശകുനിയുമടക്കം എല്ലാവരും അങ്ങ് പട്ടണങ്ങളും ഗ്രാമങ്ങളും കടന്ന് ദ്വൈതവനത്തിലെത്തി. ദ്വൈതവനത്തിൻ്റെ ഇതിൽ പാണ്ഡവർ അധിവസിക്കുന്ന ആ കുന്നിൻ പുറത്ത് നിന്ന് താഴ്വാരങ്ങളിലുള്ള ഏതാനും പ്രദേശത്ത് പോയി ചടങ്ങിന് മാത്രമായി ഏതാനും ഗോശാലകൾ സന്ദർശിക്കുകയും ഗോപാലകർക്ക് ഏതാനും സമ്മാനങ്ങൾ നൽകുകയും അല്പാൽപ്പം വേട്ടയാടുകയും ഒക്കെ ചെയ്ത് ആ ദ്വൈതവനത്തിൽ തങ്ങി ദിവസങ്ങൾ കഴിച്ചുകൂട്ടി. 2-4 ദിവസങ്ങൾ അങ്ങനെ കഴിഞ്ഞു പോകെ ഒരു ദിവസം ഇവർ അധിവസിക്കുന്നതിനടുത്തായി അതിമനോഹരവും വലിപ്പമേറിയതുമായ ഒരു പൊയ്കയുണ്ട്.
ആ പൊയ്കയിൽ കൗരവരും കൗരവ സ്ത്രീകളും അന്തഃപുര സ്ത്രീകളും അടങ്ങുന്ന എല്ലാവരും ആയി ഒരു ജലക്രീഡ നടത്താൻ തീരുമാനിക്കുകയും എന്നാൽ ആ പൊയ്കയ്ക്കരികിൽ അനേകം ഗന്ധർവന്മാർ ഇപ്പോൾ അധിവസിക്കുകയാണ് എന്ന് അറിഞ്ഞ ദുര്യോധനൻ തങ്ങളോടൊപ്പമുള്ള തൻ്റെ അനുയായികളായ 2 മന്ത്രിമാരെയും ഏതാനും പടയാളികളെയും പറഞ്ഞ് ആ പൊയ്കക്കരിയിലേക്ക് അയക്കുകയും അവിടെയുള്ള ഗന്ധർവന്മാരോട് ഇങ്ങനെ നമ്മൾ അവിടെ ജലക്രീഡയ്ക്കായി എത്താൻ പോവുകയാണെന്നും ആയതിനാൽ അവിടെ നിന്ന് ഗന്ധർവന്മാർ മാറിത്തരണമെന്ന് ദുര്യോധനൻ ആവശ്യപ്പെട്ടിരിക്കുന്നു എന്ന് അവരെ അറിയിക്കാൻ പറഞ്ഞയക്കുകയും ചെയ്തു. എന്നാൽ ദുര്യോധനൻ്റെ 2 മന്ത്രിമാരും ഏതാനും പടയാളികളുമായി ആ പൊയ്കക്കരികിലെത്തുന്നതിന് മുമ്പ് തന്നെ ഗന്ധർവന്മാർ അവരുടെ തടയുകയും തടഞ്ഞു നിർത്തിയ മന്ത്രിമാരും ഭടന്മാരും യുവരാജാവ് ദുര്യോധനൻ്റെ നിർദ്ദേശപ്രകാരമാണ് തങ്ങളെത്തിയതെന്നും കൗരവരും പത്നിമാരും അന്തഃപുര സ്ത്രീകളും ജലക്രീഡ നടത്താൻ ഉദ്ദേശിക്കുന്നതിനാൽ ഗന്ധർവന്മാർ ഇവിടെ നിന്ന് ഒഴിഞ്ഞു പോകേണ്ടതാണെന്നും ആവശ്യപ്പെടുകയും എന്നാൽ ഇത് കേട്ട് ചിരിച്ചുകൊണ്ട് ഗന്ധർവന്മാർ എത്രയും പെട്ടെന്ന് നിങ്ങൾക്ക് ജീവൻ വേണമെങ്കിൽ ഇവിടുന്ന് കടന്നു പോവുക, ഇല്ലെങ്കിൽ നിങ്ങളെ ഇപ്പം തന്നെ ഞാൻ യമലോകത്ത് നമ്മൾ അയക്കുന്നതാണ്. ഒരു ദുര്യോധനൻ പറഞ്ഞാലും നമ്മൾ ഇവിടുന്ന് മാറിത്തരുന്നതുമല്ല എന്നറിയിക്കുകയും ഈ വിവരം വന്ന് ദുര്യോധനെ അറിയിക്കുകയും ഇത് കേട്ടുകഴിഞ്ഞ ദുര്യോധനൻ വളരെയധികം കോപിഷ്ഠനായി. എൻ്റെ കൽപ്പന അനുസരിക്കാൻ കേവലം ഗന്ധർവന്മാരായി അവർ തയ്യാറല്ലെന്നോ? ഗന്ധർവന്മാരല്ല, ഇനി നേരിട്ട് ദേവന്മാർ തന്നെ ദേവേന്ദ്രനോടൊപ്പം ഇവിടെ ആ പൊയ്കക്കരികിലുണ്ടെങ്കിലും അവരെ ഒരുത്തരെയും വെറുതെ വിടരുത് എന്ന് പറയുകയും തന്നോടൊപ്പം ഉണ്ടായിരുന്ന എല്ലാ പടയാളികളെയും കൂട്ടി ആനപ്പടയും കുതിരപ്പടയും തേരാളികളും അടങ്ങുന്ന സംഘം മുന്നിൽ ദുര്യോധനനും ദുശാസനും കർണനും ശകുനിയും പുറകിലായി മറ്റ് കൗരവരും പടയാളികളുമായി ആ പൊയ്കക്കരികിൽ എത്തുകയും പൊയ്കക്കരികിൽ ഇതാ കൗരവർ യുദ്ധത്തിനായി തയ്യാറായി വരുന്നു എന്ന് മനസ്സിലാക്കിയ ഗന്ധർവന്മാർ അതേപോലെ കൗരവരോട് യുദ്ധം ചെയ്യാൻ തയ്യാറാവുകയും അങ്ങനെ അതിഘോരമായ യുദ്ധം ആ പൊയ്കക്കരികിൽ നടക്കുകയും ചെയ്തു. നാഴികകൾ വിനാഴികകൾ ആ യുദ്ധം ദീർഘിക്കുകയും അനേകം കൗരവ പടയാളികൾ മരിച്ചു വീഴുകയും അതിനോടൊപ്പം ഗന്ധർവന്മാരെയും അനേകം പേരെ കൊന്നു വീഴ്ത്തുകയും ചെയ്തു. ഒരു വിധത്തിലും പിന്നിലോട്ടില്ലാതെ കൗരവർ യുദ്ധം ചെയ്ത് മുന്നോട്ട് നീങ്ങവേ കൗരവർ വിജയിക്കുമെന്നും തങ്ങൾ തോറ്റുപോകുമെന്നും മനസ്സിലാക്കിയ ഏതാനും ഗന്ധർവന്മാർ ഉടൻ തന്നെ ഗന്ധർവലോകത്തെത്തി തങ്ങളുടെ രാജാവായ ചിത്രസേനനോട് ഈ വിവരം അറിയിക്കുകയും ഉടൻ തന്നെ ചിത്രസേനനും അനേകം ഗന്ധർവന്മാരുമായി അവിടെ എത്തുകയും കൗരവരെ നേരിട്ട് ചിത്രസേനൻ യുദ്ധം ചെയ്യാൻ തുടങ്ങുകയും ചെയ്തു. ചിത്രസേനൻ്റെ യുദ്ധം മായായുദ്ധമായിരുന്നു. ഗന്ധർവന്മാരുടെ രാജാവായ ചിത്രസേനൻ അതിമായാവിയായിരുന്നു. ആ മായായുദ്ധത്തെ നേരിടാൻ കൗരവ പടകൾക്ക് സാധ്യമാവാതിരിക്കുകയും അനേകം കൗരവ പടകൾ മരിച്ചു വീഴുകയും അതിസമർത്ഥനായ യുദ്ധവീരനായ കർണന് പോലും ചിത്രസേനൻ്റെയും ഗന്ധർവന്മാരുടെയും ആ മായായുദ്ധത്തിന് മുന്നിൽ പിടിച്ചു നിൽക്കാൻ കഴിയാത്ത അവസ്ഥയെത്തുകയും അനേകം ഭടന്മാർ മരിച്ചു വീഴുന്നത് കണ്ട് ഭയന്ന് കൗരവ മറ്റ് പടയാളികൾ പുറകിലോട്ട് ഓടുകയും ചെയ്യുന്ന സന്ദർഭത്തിൽ കർണനും ചിത്രസേനനോട് പിടിച്ചു നിൽക്കാൻ നിർവാഹമില്ലാതെ പിന്തിരിഞ്ഞ് ഓടുന്ന സാഹചര്യമാണ് കണ്ടത്. ഈ സന്ദർഭം പാഴാക്കാതെ ചിത്രസേനൻ്റെ നിർദ്ദേശപ്രകാരം ദുര്യോധനെയും ദുശാസനെയും മറ്റ് കൗരവന്മാരെയും മാത്രമല്ല കൗരവ സ്ത്രീകളെയും അന്തഃപുര സ്ത്രീകളെ അടക്കം ബന്ധിക്കാൻ
ചിത്രസേനൻ നിർദ്ദേശം നൽകുകയും ഗന്ധർവന്മാർ ഇവരെ എല്ലാവരെയും ബന്ധിക്കുകയും ചെയ്തു. എന്നാൽ ഈ സമയത്ത് ഇവിടെ നിന്ന് ഓടിപ്പോയതിൽ 2 മന്ത്രിമാരും ഏതാനും സേനാംഗങ്ങളും ദ്വൈതവനത്തിൽ കുന്നിൻ പ്രദേശത്ത് താമസിക്കുകയായിരുന്ന പാണ്ഡവരുടെ അടുത്തെത്തുകയും അവിടെ യുധിഷ്ഠിരനോട് പോയി താഴെ നടന്ന സംഭവങ്ങളെല്ലാം യുധിഷ്ഠിരനോട് വിവരിക്കുകയും ദുര്യോധനനും ദുശാസനനും എന്ന് വേണ്ട കൗരവരെ എല്ലാവരെയും അന്തഃപുര സ്ത്രീകളടക്കം ഇപ്പോൾ ഗന്ധർവന്മാരുടെ ബന്ധനത്തിലാണെന്നും അവരെ മോചിപ്പിക്കുന്ന നിലയ്ക്ക് വേണ്ടി അങ്ങ് ഇടപെടണമെന്നും ആവശ്യപ്പെടുകയും ചെയ്തു. പ്രിയ സജ്ജനങ്ങളെ, ഈ ഭാഗം ഞാനിന്നിവിടെ നിർത്തുന്നു. കൗരവരുടെ ഓടിപ്പോയ മന്ത്രിമാരും സേനാംഗങ്ങളും അവിടെ എത്തി യുധിഷ്ഠിരനോട് ആവശ്യപ്പെടുന്ന ആവശ്യം ധർമ്മപുത്രർ എങ്ങനെ കൈകാര്യം ചെയ്യുന്നു എന്ന വിവരം അടുത്ത ഭാഗത്ത് പ്രതിപാദിക്കാം. തൽക്കാലം നിർത്തട്ടെ. ലോകാ സമസ്ത സുഖിനോ ഭവന്തു.